ജസ്റ്റിൻ രാജ് അല്ലേ? ജസ്റ്റിൻ രാജ് ഇപ്പോൾ മുന്നോട്ട് വരും. അദ്ദേഹത്തെ കരങ്ങളെ തട്ടി സ്വാഗതം ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസം നിങ്ങളുടെ മധ്യേ എനിക്കുമായിരിക്കാൻ വലിയവനായിട്ടുള്ള ദൈവം ഒരുക്കിയ വലിയ സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും സകല മാനവും മഹത്വവും നന്ദിയും കടപ്പാടും കൃതജ്ഞതയുമെല്ലാം ആദ്യമേ എൻ്റെ കർത്താവിനെ ഞാൻ അറിയിക്കുകയാണ്. കാരണം എന്നെ ഇവിടെ നിൽക്കാൻ പ്രാപ്തനാക്കിയത് എൻ്റെ കർത്താവാണ്. ബഹുമാനം സ്നേഹമുള്ള പീറ്റർ പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവ നിസി സഭയെക്കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് എനിക്കിവിടെ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആക്ച്വലി എൻ്റെ സ്വന്തം സ്ഥലം ഇവിടെ കീഴാറൂരാണ്. എൻ്റെ സാക്ഷ്യം ഒറ്റ വചനത്തിൽ നിന്നെടുത്ത് പറയാമെങ്കിൽ 113 സങ്കീർത്തനത്തിൻ്റെ 7ഉം 8ഉം വാക്യമാണ്. അതിപ്രകാരം പറയുന്നത്, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്ത് പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തും. നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും, നിൻമധുരാമൃതവചനം ഹിന്നതയാകവേ പോക്കും, നിൻമധുരാമൃതവചനം ഹിന്നതയാകവേ പോക്കും. സംഗതിയിൽ ഇളകിടുവാൻ സ്നേഹ, സംഗതിയിൽ ഇളകിടുവാൻ സ്നേഹ, ചങ്ങലയാൽ തിരുമാർവോ എന്നെ ഇണച്ചത് മൂലം, ചങ്ങലയാൽ തിരുമാർവോ എന്നെ ഇണച്ചത് മൂലം. ക്രൂശിലെ രക്തമൻ ജീവനാധാരമേ, ക്രൂശിലെ രക്തമൻ ജീവനാധാരമേ, നാശലോകം വെടിഞ്ഞോടാൻ ആശയോടെ യേശുവേ നീടാൻ, നാശലോകം വെടിഞ്ഞോടാൻ ആശയോടെ യേശുവേ നീടാൻ. മഹിമയെഴും പരമീശ ഭാഗ്യമാം യേശു മകേശ, നിസ്തുല സ്നേഹ സാഗരമേഘ, നിസ്തുല സ്നേഹ സാഗരമേഘ, പ്രസ്താവ്യമേ തവ നാമം, ക്രിസ്തു നീ താനൻ വിശ്രാമം, പ്രസ്താവ്യമേ തവ നാമം, ക്രിസ്തു നീ താനൻ വിശ്രാമം. ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ പാടിയതുപോലെ അവിടുത്തെ കാന്തി ഞങ്ങളുടെ ഖിന്നതകളെല്ലാം മാറ്റും. അവിടുത്തെ മധുരാമൃത വചനം ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറ്റുമപ്പ. ഇന്ന് പൽക്കാലം അതേ വചനം ഞങ്ങളോട് അവിടുന്ന് ഇടപെടണമേ. ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവജനത്തോടും അവിടുത്തെ വചനം രൂപാന്തരം വരുത്തുന്ന, അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന, സൗഖ്യം കൊണ്ടുവരുന്ന, വിടുതൽ കൊണ്ടുവരുന്ന, എല്ലാറ്റിനുപരിയായി രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന, സ്വർഗത്തിലേക്ക് ഞങ്ങളെ കരം പിടിച്ചുയർത്തുന്ന അവിടുത്തെ വചനം ഞങ്ങളുടെ മക്കളോടുന്ന് അവിടുന്ന് ഇടപെടുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. ഈ ആലയത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഇനി ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ ഭക്തനായി, കുടുംബത്തിനായി, എല്ലാ ദൈവജനത്തിനായി അവിടുത്തെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായിട്ട് നന്ദി. അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും അവിടുത്തേക്ക് പ്രസാദകരമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അച്ഛാ, എനിക്ക് സ്കൂളിൽ നിന്ന് പുതിയൊരു കഥാപുസ്തകം കിട്ടി. അച്ഛൻ ഇപ്പോൾ തന്നെ എനിക്കൊരു കഥ വായിച്ചു തരണം. അച്ഛൻ പറഞ്ഞു, മോളെ നീ അകത്ത് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ, എന്നിട്ട് ഞാൻ നിനക്ക് കഥ വായിച്ചു തരാം. അവൾ ശാഠ്യം പിടിച്ചു. ഇല്ല അച്ഛാ, എനിക്കിപ്പോൾ തന്നെ ഒരു കഥ കേൾക്കണം. ഒരു കഥ കേട്ടിട്ടല്ലാതെ ഞാൻ ഇന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യത്തില്ല. ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ പിന്നിലേക്ക് കടന്നുപോയി ഇതിൻ്റെ ചരിത്രം അല്പം പറയണം. തമിഴ്നാട്ടിലെ കടലൂരിൽ മുരുകൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ജോലി കപ്പലണ്ടി മിഠായി ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ചെറുകിട ബിസിനസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ അദ്ദേഹത്തിന് ഒരു
ഒരാഗ്രഹം, തൻ്റെ കൊച്ചു ബിസിനസ് ഒന്ന് വിപുലീകരിക്കണം. പക്ഷെ കയ്യിൽ കാശില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഗവൺമെൻറ് ബാങ്കിൽ ലോണിനായിട്ട് അപ്ലൈ ചെയ്തു. പക്ഷേ തൻ്റെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് ഗവൺമെൻറ് ബാങ്ക് തൻ്റെ ലോൺ ആപ്ലിക്കേഷൻ നിരസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്കറിയാം, പലപ്പോഴും പാവപ്പെട്ടവർക്കൊന്നും ഗവൺമെൻറ് ബാങ്കിൽ നിന്നൊന്നും ലോണ് ലഭിക്കാറില്ല. കാരണം അത് തിരിച്ചടയ്ക്കുവാനുള്ള ഡോക്യുമെന്റ്സ് ഒന്നും അവർക്ക് സബ്മിറ്റ് ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ. എന്തായാലും മുരുകൻ തൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല. തനിക്കറിയാവുന്ന ബ്ലേഡ് കമ്പനികളെല്ലാം സമീപിച്ച് തൻ്റെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പണം അദ്ദേഹം സ്വരൂപിച്ചു, തൻ്റെ ബിസിനസ്സിനായിട്ട് നിക്ഷേപിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. തൻ്റെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് തൻ്റെ ബിസിനസ് ഓരോ നാളും തകരുവാനായിട്ടിടയായി തീർന്നു. കടക്കാർ വന്ന് തന്നെ ശല്യം ചെയ്യുവാനായിട്ട് തുടങ്ങി. താനില്ലാത്ത സമയം തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും അസഖ്യപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. മുരുകന് എന്തു ചെയ്യണമെന്നറിയത്തില്ല. തനിക്കറിയാവുന്ന തൻ്റെ സ്നേഹിതരുടെ അടുത്തേക്ക്, തൻ്റെ ബന്ധുക്കളുടെ അടുത്തേക്ക് ഈ സഹോദരൻ നീട്ടപ്പെട്ട കരവുമായിട്ട് കടന്നുപോയി. പക്ഷെ അവരെല്ലാവരും ഈ പാവപ്പെട്ട സഹോദരന്റെ മുമ്പിൽ കൈമലർത്തുവാനായിട്ടിടയായി തീർന്നു. എല്ലാ വഴികളും അടഞ്ഞു. ഇനി ഒരു വഴി മാത്രമേ മുരുകന്റെ മുമ്പിലുള്ളൂ. അതെന്തായിരിക്കും ആ വഴി? ആത്മഹത്യ ചെയ്യുക. താൻ ചിന്തിച്ചു, ഞാൻ മാത്രം ആത്മഹത്യ ചെയ്താൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനാഥരായിത്തീരും. അതുകൊണ്ട് അവർ പോലും അറിയാതെ ഒരു ദിവസം രാത്രി കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യുവാൻ മുരുകൻ തീരുമാനമെടുത്തു. അങ്ങനെ അദ്ദേഹം അന്ന് രാത്രി ആത്മഹത്യ ചെയ്യുവാനുള്ള ക്രമീകരണങ്ങളെല്ലാം തൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചു. എന്നിട്ട് അദ്ദേഹം വളരെ നിരാശനായിട്ട് തൻ്റെ കൊച്ചു ഭവനത്തിൻ്റെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുക. അന്ന് രാത്രി ആത്മഹത്യ ചെയ്യണം. അപ്പൊ അദ്ദേഹം അത് ചിന്തിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ മകൾ അന്ന് സ്കൂളിൽ നിന്ന് വൈകുന്നേരം വരുവാനായിട്ടിടയായിത്തീർന്നത്. അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് അവളുടെ ബാഗ് തുറന്നിട്ട് അവൾക്ക് അന്ന് ഗിദെയോൻസ്കാർ വിതരണം ചെയ്ത ഈ പുസ്തകം എടുത്ത് അവൾ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ഞാൻ ആദ്യം നിങ്ങളോട് പ്രസ്താവിക്കുവാനായിട്ടിടയായിത്തീർന്നത്. അച്ഛാ, എനിക്ക് പുതിയൊരു കഥാപുസ്തകം കിട്ടി. അച്ഛൻ ഇപ്പോൾ തന്നെ എനിക്കൊരു കഥ വായിച്ചു തരണം. പക്ഷേ ഈ മകൾക്ക് ഒരു കഥയൊന്നും വായിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യത്തിലോ ഒരു മനോസ്ഥിതിയിലോ അല്ല മുരുകനായിരുന്നത്. അതുകൊണ്ട് ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്ത് വിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അച്ഛൻ പറഞ്ഞു, മോളെ നീ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ, എന്നിട്ട് ഞാൻ നിനക്ക് കഥ വായിച്ചിട്ട്. അദ്ദേഹം ചിന്തിച്ചത് അവൾ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരുമ്പോൾ അവളിത് മറന്നു പോകും എന്നുള്ള അനുഭവത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അവൾ വിട്ടില്ല. അവൾ പറഞ്ഞു, ഇല്ല അച്ഛാ, എനിക്കിപ്പോൾ തന്നെ ഒരു കഥ വായിച്ചു തരണം. ഒരു കഥ കേട്ടിട്ടല്ലാതെ ഞാൻ ഇന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യത്തില്ല. എന്തായാലും തൻ്റെ പൊന്നോമന മകളുടെ അന്ത്യാഭിലാഷമല്ലേ, ഇനി തൻ്റെ പൊന്നോമന മകൾക്ക് ഇതുപോലൊരു അഭിലാഷം സാധിപ്പിച്ചു കൊടുക്കുവാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ച് തൻ്റെ വിറയ്ക്കുന്ന കരങ്ങളിൽ മുരുകൻ ഈ പുസ്തകം വാങ്ങിച്ചു. അദ്ദേഹം ചിന്തിച്ചത് ഇതൊരു കഥാപുസ്തകമായിരിക്കുമെന്നാണ്. അദ്ദേഹം ഈ പുസ്തകം വാങ്ങിച്ചു തുറന്നു. അദ്ദേഹത്തിന് കിട്ടിയത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളായിരുന്നു. മുരുകൻ അത് വായിച്ചു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. മുരുകൻ അത് ആവർത്തിച്ച് വായിച്ചു. ആരോ തന്നോട് തന്നെ സംസാരിക്കുന്നതായിട്ട് മുരുകന് തോന്നി. എന്തെന്നില്ലാത്ത ഒരു സമാധാനം ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നത് അനുഭവിക്കുവാനായിട്ടിടയായിത്തീർന്നു. തൻ്റെ ആത്മഹത്യാ ചിന്തകളെല്ലാം മാറിപ്പോകുവാനായിട്ടിടയായിത്തീർന്നു. എന്തായാലും തന്നോട് സംസാരിച്ച, തനിക്ക് സമാധാനം തന്ന അവന്റെ ആത്മഹത്യാ ചിന്തകളെല്ലാം തൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റിയ ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ള ഉദ്ദേശത്തോടെ ഈ പുസ്തകവുമായിട്ട് മുരുകൻ തൻ്റെ അടുത്ത് താമസിക്കുന്ന തനിക്കറിയാവുന്ന ഒരു സുവിശേഷകന്റെ അടുത്തേക്ക് കടന്നുപോയി. ആ സുവിശേഷകൻ ഈ പുസ്തകത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ സകല മാനവജാതികൾക്ക് ലഭിക്കുന്ന നിത്യരക്ഷയെക്കുറിച്ചും സവിസ്താരം പറയുവാനായിട്ടിടയായിത്തീർന്നു. ഞാൻ ചുരുക്കി പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ദൈവത്തിൽ വിശ്വസിച്ചതിൽ അവർ വീടടക്കം ആനന്ദിച്ചു. ആരെക്കുറിച്ച് ഇത് എഴുതിയിരിക്കുന്നത്? ആരെക്കുറിച്ച് ഒന്ന് പറഞ്ഞേ. ആര്? കാരാഗ്രഹ പ്രമാണി. അപ്പൊ കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തിലും ഒരു ആത്മഹത്യ നടന്നു. അതായത് കാരാഗ്രഹ പ്രമാണി ആത്മഹത്യ നടന്ന് നിലവിളിയുടെ, തങ്ങളുടെ പ്രിയപ്പെട്ടവൻ നഷ്ടപ്പെട്ടതോർത്ത് നിലവിളിക്കുന്ന ഭാര്യ, തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് നഷ്ടപ്പെട്ടതോർത്ത് നിലവിളിക്കുന്ന മക്കൾ, തങ്ങളുടെ പ്രിയപ്പെട്ടവൻ നഷ്ടപ്പെട്ടതോർത്ത് നിലവിളിക്കുന്ന സഹോദരി സഹോദരങ്ങൾ, ബന്ധുക്കൾ, സ്നേഹിതർ, ഇങ്ങനെ ശബ്ദമുയരേണ്ട ഭവനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് മറ്റൊന്നും ചെയ്തില്ല,
ദൈവത്തിൽ വിശ്വസിച്ചതിൽ അവർ വീടടക്കം ആനന്ദിക്കുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം തൻ്റെ ഭക്തന്മാരായ പൗലൂസിനെയും ശീലാസിനെയും കഷ്ടതയുടെ അനുഭവത്തിലൂടെ ഈ സുവിശേഷം അറിയിച്ച നിമിത്തം പീഡിപ്പിക്കപ്പെട്ട അനുഭവത്തിൽ, അടിയേൽക്കപ്പെട്ട അനുഭവത്തിൽ, അവിടെ വസ്ത്രം പറഞ്ഞ് ഉരിക്കപ്പെട്ട അനുഭവത്തിൽ, ഒരുപക്ഷെ വസ്ത്രമില്ലാതെ നഗ്നരാക്കപ്പെട്ട ഒരു അനുഭവത്തിലായിരുന്നു പൗലൂസും ശീലാസും കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലായിരുന്നത്. പക്ഷെ അവർക്ക് ഒരു പരാതിയുമില്ല. അവർ ദൈവത്തെ അർദ്ധരാത്രിയുടെ സമയത്ത് ആമേൻ സ്തോത്രം പതിവ് പോലെ ദൈവത്തെ പാടി സ്തുതിക്കുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ എഴുതിയിട്ടുണ്ട് അർദ്ധരാത്രി. എന്താ അർദ്ധരാത്രി? അർദ്ധരാത്രിയ നമ്മുടെ ഭക്തിയെ വെളിപ്പെടുത്തും. നമ്മൾ വെള്ളിയാഴ്ച തോറും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും, ഞായറാഴ്ച ആരാധനകളിൽ പങ്കെടുക്കും, എവിടെയെല്ലാം യോഗം നടക്കുന്നു അവിടെയെല്ലാം കടന്നു പോകും. പക്ഷേ നമ്മുടെ ഭക്തി എപ്രകാരമാണെന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെളിയിക്കുന്നത് മാറ്റുരച്ചു നോക്കുന്ന അനുഭവങ്ങളാണ് അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ. ആരും സഹായിക്കാനില്ലാത്ത അനുഭവങ്ങൾ. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ ഒരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ആരും സഹായമില്ലാത്ത അനുഭവം. പൗലൂസിനെയും ശീലാസിനെയും ആ ജയിലിൽ സഹായിക്കുവാൻ ആരുമില്ലാത്തവരനുഭവത്തിൽ. പക്ഷെ ആ ഭക്തന്മാർക്ക് ഒരു പരാതിയുമില്ല. ഇതാണ് ഭക്തി. അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ, നമ്മുടെ രോഗത്തിന്റെ അനുഭവത്തിൽ, പ്രതിസന്ധിയുടെ അനുഭവത്തിൽ, കടഭാരത്തിന്റെ അനുഭവത്തിൽ, ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്ന ആ സാഹചര്യങ്ങളിൽ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ഒരു ദൈവ പൈതലിന് കഴിയുമെങ്കിൽ ആ ദൈവ പൈതലാണ് യഥാർത്ഥ ഭക്ത, യഥാർത്ഥ ഭക്തിയുള്ള മക്കൾ. എന്താ ഭക്തി? വാട്ട് ഈസ് ഭക്തി? എന്താ ഭക്തി? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മൾ എത്ര കാലമായി ദൈവത്തെ ആരാധിക്കുന്നു? ഒത്തിരി പാരമ്പര്യമൊക്കെ പറയാൻ പറ്റുന്നവരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. എന്താ ഭക്തി? ഒരു ഡെഫിനിഷൻ പറയാമോ? ഞാൻ ഒരു അധ്യാപകൻ. ഭക്തിയെക്കുറിച്ച് നല്ലൊരു നിർവചനം ഞാൻ സോഷ്യൽ സയൻസാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുവാനായിട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. 10 A+ കിട്ടിയാൽ 10 തേങ്ങ അടിച്ച് തരാമെന്ന് പറയുന്നതല്ല ഭക്തി. ഫുൾ മാർക്കും തന്നാൽ 10 മെഴുതിരി എത്തിക്കാമെന്ന് പറയുന്നതല്ല ഭക്തി. ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ആ പുസ്തകത്തിൽ ഞാൻ പഠിപ്പിച്ചത് ഇപ്രകാരമായിരുന്നു. എന്താ? നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. നല്ലൊരു ഡെഫിനിഷനാണ്. വാട്ട് ഈസ് ഭക്തി? ഭക്തി is the total surrender of self to God. ഭക്തി എന്ന് പറയുന്നത് നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവസന്നിധിയിൽ അർപ്പിച്ചു കൊടുക്കുന്നതാണ് ഭക്തി. ആമേൻ. ആമേൻ. തീർന്നില്ല. സെമിക്കോളൻ. It is an expression of intense love to God. ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തിന്റെ പ്രകടനമാണ് ഭക്തി. ഹല്ലേലൂയ. തീർന്നില്ല. അടുത്തതാണ് വളരെ പ്രധാനം. അത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കയ്യോ പറ്റിപ്പോയി, ഇന്ന് വന്നത് വെറുതെ ആയിപ്പോയി. അടുത്ത വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. ദൈവത്തിൽ നിന്ന് പകരം ഒന്നും പ്രതീക്ഷിക്കാതെ. എന്താ ഭക്തി? ഭക്തി ഈസ് ദ ടോട്ടൽ സറണ്ടർ ഓഫ് സെൽഫ്. നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവസന്നിധിയിൽ അർപ്പിച്ചു കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഇന്റൻസ് ലവ് ടു ഗോഡ്. ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തിന്റെ പ്രകടനമാണ് ഭക്തി. അടുത്തത്
വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. ദൈവത്തിൽ നിന്ന് പകരമൊന്ന് പ്രതീക്ഷിക്കുക. അതായത് ഞാൻ മലയാളത്തിൽ ഒന്ന് പൂർണ്ണമായിട്ട് പറയാം. ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തിന്റെ പ്രകടനത്താൽ നമ്മെ തന്നെ സമ്പൂർണമായി ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് പകരമൊന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തെ ആരാധിക്കുന്നതാണ് ഭക്തി. വചനമാണ് ഞാൻ വായിച്ചത്. റോമർക്കെഴുതിയ ലേഖനം 8:32. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അല്ലേ? സ്വന്തം പുത്രനെ എപ്പോഴാ ഏൽപ്പിച്ചു തന്നെ? 2026 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം പുത്രനെ ദൈവം ആദരിച്ചില്ല. സ്വന്തം പുത്രൻ കാൽവരി ക്രൂശിൽ കിടന്ന് നിലവിളിക്കുക, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടതെന്ത്? ഒരു അനാഥനെ പോലെ തന്റെ സ്വന്തം പുത്രൻ ആ ഇരുട്ടിന്റെ മധ്യത്തിൽ പട്ടാപ്പകൽ ആരും സഹായിക്കാനില്ലാത്ത അനുഭവത്തിൽ പിതാവായ ദൈവത്താൽ പോലും തള്ളപ്പെട്ട അനുഭവത്തിൽ അവൻ കാൽവരി ക്രൂശിൽ കിടന്ന് നിലവിളിക്കുക. ആർക്ക് വേണ്ടിയാ നിലവിളിച്ചത്? നമ്മുടെ ജീവിതത്തിന്റെ അനാഥത്വം മാറ്റുവാൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് സഹിച്ച വേദനയുടെ ആഴം നിങ്ങൾ ചിന്തിക്കരുത്. ഒരു മനുഷ്യൻ ക്രൂശിൽ സഹിക്കുന്ന വേദനയല്ല, പിതാവായ ദൈവം സകല മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ കർത്താവായ യേശുക്രിസ്തുവിന്റെ മേൽ തന്റെ കുഞ്ഞാടിന്റെ മേൽ ചുമത്തുവാനായിട്ടിടായിത്തീരുന്നു. അപ്പൊ ഈ ലോകത്തിലെ കോടാനുകോടി മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ അതിന് ഫലമായിട്ട് അവനവൻ ക്രൂശിൽ മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവായ യേശുക്രിസ്തു ഈ സകല മനുഷ്യന്റെ പാപത്തിന്റെ വേദന തന്റെ സ്വയം ശരീരത്തിലേക്കെടുത്തു. അതുകൊണ്ട് തന്റെ മരണത്തിന് അല്പ സമയത്തിന് മുമ്പ് ആ ഗദശമന തോട്ടത്തിൽ കടന്നുപോയി കർത്താവ് പ്രാർത്ഥിച്ചത്, ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുക. എന്താ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഹിതമല്ല. കർത്താവ് ഹൃദയം പൊട്ടി തന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് ഒഴുകിയെന്ന് പറഞ്ഞാൽ ഹൃദയം പൊട്ടിയ കർത്താവ് പ്രാർത്ഥിച്ചത്. ഈ വേദന, അവൻ ഈ വേദന സഹിക്കാൻ പറ്റാത്ത കർത്താവ് നിലവിളിക്കുന്നത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടതെന്ത്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, നമ്മുടെ സകല വിഷയത്തിന്റെ പരിഹാരം അവിടുത്തെ കാൽവരി ക്രൂശിൽ കൂടെ നിറവേറ്റി. അതാ റോമർക്കെഴുതിയ ലേഖനത്തിൽ തന്നെ 8-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. അതായത് നമ്മുടെ അനാഥത്വത്തെ മാറ്റി, പാപത്തിന്റെ അനാഥത്വം, നമ്മുടെ സകല പ്രശ്നത്തിന്റെ അനാഥത്വം മാറ്റി പിതാവായ ദൈവത്തോടു കൂടെ നമ്മെ നിരപ്പിച്ചു തന്റെ പ്രിയ മക്കളാക്കി നമ്മെ. ഇനി നമ്മൾ അനാഥരല്ല. ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോ ബഗറിനെ പോലെയല്ല ദൈവസന്നിധിയിൽ കടന്നു വരേണ്ടത്. ആമേ, ഒരു ദൈവത്തിന്റെ പൈതൽ എന്നുള്ള ആ ചിന്തയോടുകൂടെ, ആമേ, ഞാനൊരു ദൈവത്തിന്റെ പൈതല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ എന്റെ പിതാവായ ദൈവം എന്നെ സകലത്തിനും സമ്പന്നയാക്കി തീർത്തു എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തെ ആരാധിക്കാൻ പോകുന്നവരെ നമുക്ക് വേണമെങ്കിൽ 3 വിഭാഗക്കാരായിട്ട് നമുക്ക് വിഭജിക്കാം. ഒന്നാരാ? ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വരുന്നു, അല്ലേ? ഇന്നിവിടെ പ്രാപിക്കാനായിട്ട് വന്ന് എത്ര പേരുണ്ട്? നമ്മളെല്ലാവരും, തെറ്റൊന്നുമല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം, തീർച്ചയായിട്ടും പ്രാപിക്കാം. പ്രാർത്ഥിച്ചാൽ ദൈവം വിടുതൽ തരും. 2, ദൈവത്തിന് വേണ്ടി കൊടുക്കാനുണ്ട്. ദൈവത്തിന് വേണ്ടി കൊടുക്കാമെന്ന് എത്ര പേരുണ്ട്? ദൈവത്തിന് ഇല്ലേ? ദൈവത്തിന് വേണ്ടി കൊടുക്കുക, അതാണ് നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ. വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ വി ഹാവ് ടു ഗിവ് ടു ഗോഡ്. എങ്ങനെ കൊടുക്കേണ്ടത്? നമ്മെ തന്നെ സമ്പൂർണമായും ദൈവസഭ, അല്ലേ? മക്കളെങ്കിലോ ദൈവത്തിന്റെ സകല അനുഗ്രഹത്തിനും അവകാശികളാണ് പ്രിയമുള്ളവരെ. നമ്മള് യാചകരല്ല, ആരാധനത്തിന്റെ അവകാശികളാണ്. ഈ അവകാശം നമുക്ക് തന്നത് തന്റെ പുത്രന്റെ ക്രൂശ് മരണത്തിലൂടെയാണ്. അതിനു വേണ്ടിയാണ് കർത്താവ് നിലവിളിച്ചത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടതെന്ത്? ആ ബോധ്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിൽ ദൈവത്തെ കൊടുക്കുന്ന അങ്ങനെയുള്ളവരും ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ സ്നേഹത്തിന്റെ ആഴം അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ആരായിരുന്നു എന്ന് കൂടെ ഒന്ന് ചിന്തിക്കണം. എങ്കിലേ കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിനായിട്ട് നമുക്ക് റോമർക്കെഴുതിയ ലേഖനം തന്നെ 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ച്. അവിടെ പറയുന്നു, നമ്മൾ ആരായിരുന്നു? നാം ബലഹീനരായിരുന്നു. നമ്മൾ ആരായിരുന്നു? ബലഹീനർ എന്ന് വെച്ചാൽ വൾനറബിൾ ടു സിൻ. പാപത്തിൽ
വീഴാനുള്ള ഒരു എന്താണ്, ഒരു പ്രലോഭനം. അങ്ങനെയുള്ള ബലഹീനത, പാപത്തിന് മനുഷ്യൻ കൊടുത്തിരിക്കുന്ന ഒരു പേര് തന്നെ എന്താണ്? ഒരു ബലഹീനത സംഭവിച്ചുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ബലഹീനത ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതല്ല, അങ്ങനെയല്ല, അല്ലേ? ബലഹീനത ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഒന്ന് നമ്മള് ബലഹീനത, രണ്ട് അഭക്തർ. ഭക്തി എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അടുത്തത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ. മൂന്നാമത്തെ നമ്മുടെ ക്വാളിറ്റി എന്തായിരുന്നു? നാം ആരായിരുന്നു? പാപികൾ. അടുത്ത് അതിന്റെ 10ാം വാക്യം കൊടുക്കുക. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. നമ്മൾ ആരായിരുന്നു? ശത്രുക്കളാണ്. ആരുടെ ശത്രുക്കളാ? ദൈവത്തിന്റെ ശത്രു. ഇങ്ങനെയുള്ള യോഗ്യതയുള്ള നമുക്ക് വേണ്ടിയാ സാക്ഷാൽ ദൈവം തന്നെ തന്റെ ജീവനെ തരുവാനായിട്ട് ഈ സ്നേഹത്തിന്റെ ആഴം അനുഭവിച്ചറിഞ്ഞാൽ നമുക്ക് അടങ്ങിയിരിക്കാനായിട്ട് പറ്റത്തില്ല. ഏത് അർദ്ധരാത്രിയുടെ അനുഭവത്തിലും ദൈവത്തെ പാടി സ്തുതിക്കുവാൻ നമ്മുടെ നാവ് പൊങ്ങുവാനായിട്ട് ഇടയായിത്തീരുന്ന ദൈവങ്ങളെ, അതാ പൗലോസും ശീലാസും ചെയ്യുന്നത്. ഇതാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മുടെ ആരാധന എങ്ങനെയായിരിക്കണം? അങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ തെളിവ് തരാം കേട്ടോ. റോമർക്കെഴുതിയ ലേഖനം 12ാം അധ്യായത്തിന്റെ 1ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. റോമർക്കെഴുതിയ ലേഖനം 12ാം അധ്യായത്തിന്റെ 1. എന്താ ആരാധന? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. നിങ്ങൾ ബുദ്ധി, ആ ബുദ്ധി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. എന്ന് വെച്ചാൽ പൗലോസ് പറയുന്നുണ്ട് വേറെ, ഞാൻ ബുദ്ധി കൊണ്ടും ആരാധിക്കും, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. അപ്പൊ ആ ബുദ്ധിയല്ല ഈ ബുദ്ധി. ഈ ബുദ്ധി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഞാൻ ശോധന ചെയ്യണം. Am I worthy to worship my God? ആമേൻ. എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ ഞാൻ യോഗ്യതയുള്ളവനാണോ? എന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ശോധന ചെയ്യണം. ആ ബുദ്ധി അവിടെ പറയുന്നത്. നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാം. അപ്പൊ ആരാധന എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയുള്ളതല്ല, അത് പ്രാർത്ഥന. ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്കാണ്, അത് നമ്മൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുക, അല്ലേ? പക്ഷേ ആരാധന ഈസ് ഡിഫറന്റ്. എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഗിവിംഗ് ടു ഗോഡ്. നമ്മെ തന്നെ സമ്പൂർണമായി ദൈവസന്നിധിയിൽ അർപ്പിച്ചു കൊടുക്കുന്നതാണ് ആരാധന. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങള് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഒരു യാഗം അർപ്പിക്കല. പഴയ നിയമകാലത്തൊക്കെ അങ്ങോട്ട് യാഗം, അല്ലെ? ആ യാഗവസ്തു ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അങ്ങ് എരിഞ്ഞടങ്ങി കൊടുക്കുക, അല്ലെ? അതങ്ങ് എരിഞ്ഞടങ്ങി കൊടുക്കുക. ഇങ്ങോട്ടൊന്നെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് ആരാധന. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നമ്മുടെ ആരാധനകൾ ഭക്തിയുള്ള ആരാധനകളായി മാറട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ദൈവത്തിന്റെ സ്നേഹം എത്ര മനോഹരമാണ്. അവൻ ഈ സ്നേഹത്തെ വർണ്ണിപ്പാനായിട്ട് കഴിയുമോ? ഈ ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിച്ചു. ഈ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നു? നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. ഇന്ന് ഈ പകൽക്കാലം, ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരട്ടെ. മാറും, ക്ഷീണം മാറും, ആരാധനയിങ്കൽ മൺകുടമുടയും തീകത്തീരും, ആരാധനയിങ്കൽ ഇതെല്ലാം നടക്കും. ഇതെല്ലാം നടക്കും. എങ്ങനെയാ? ദൈവത്തെ ആത്മാവിലും സത്യത്തിലും അതിന്റെ അർത്ഥത്തിൽ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ വിടുതൽ നമ്മുടെ മേൽ ദൈവം പകരുവാനായിട്ട് ഇടയായിത്തീരും. ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതം, നമ്മുടെ ആരാധനകൾ മാറട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വാക്യം ആമേൻ മനസ്സിലാകണമെങ്കിൽ ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞ് ഈ വാക്യം ഞാനൊന്ന് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാം. ഒരു ദൈവവാസി സ്വിറ്റ്സർലൻഡ് വിസിറ്റ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ അദ്ദേഹം കുറെ യോഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഭവനത്തിൽ വന്ന് ഇങ്ങനെ വിശ്രമിക്കും. ഇതൊരു ഇമാജിനറി സ്റ്റോറിയാണ്.
അപ്പോ അദ്ദേഹം ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ആരോ വന്ന് പറഞ്ഞു, ദേവദാസനെ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ വാച്ചുകളുള്ള ഒരു വാച്ച് കട ഇവിടെ അടുത്തുണ്ട്, ഒന്ന് പോയി സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു അപ്പോ അദ്ദേഹം ആ വാച്ച് കട ഇങ്ങനെ വിസിറ്റ് ചെയ്യുവാനായിട്ട് ഡയറ്റ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പോയപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള വാച്ചുകൾ അവിടെ ഇരിക്കുക. ഇതൊക്കെ കുറേയൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം ഈ ഓണറുടെ അടുത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, സാറേ, നിങ്ങളുടെ വാച്ച് കടയിലെ വാച്ചുകൾ പലതും ഞാൻ കണ്ടു, എല്ലാം വളരെ മനോഹരമായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കുക, ഈ ഇവിടുത്തെ ഏറ്റവും വില കൂടിയ വാച്ച് എനിക്കൊന്ന് കാണിച്ചു തരാം. അപ്പോ ഈ ഓണർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ദൈവം ഒരു നല്ല ദൈവദാസനാണെന്ന് ഈ ഓണർക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഈ ദൈവദാസനെ വിളിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട് വളരെ സേഫ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയി. എന്നിട്ട് ഒരു വാച്ച് എടുത്ത് ഈ ദൈവദാസന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ഈ വാച്ചാണ് ഇവിടത്തെ ഏറ്റവും വില കൂടിയ വാച്ച്. അപ്പൊ ഇദ്ദേഹം തിരിച്ചു മറിച്ചൊക്കെ നോക്കി, ഈ കടയിലെ ഏറ്റവും വില കൂടിയ വാച്ച്, ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ വാച്ച്. അയ്യോ, അദ്ദേഹം നോക്കിയിട്ട് എന്നിട്ട് ഓണറോട് ചോദിച്ചു, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വാച്ചിന് എന്നാ വിലയാണ്? അപ്പൊ അന്നത്തെ ആ വില അനുസരിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ വാച്ചിന് ഏകദേശം 100 കോടി രൂപ. 100 കോടി രൂപ വിലപിടിപ്പുള്ള വാച്ചോ ഇതോ? ഇദ്ദേഹം ഇങ്ങനെ വീണ്ടും തിരിച്ചു മറിച്ചൊക്കെ നോക്കേ. കുറെ കഴിഞ്ഞിട്ട് ഇനി ഞാനൊരു ഇമാജിനേഷൻ പറയുകയാണ്. അതായത് ഈ ഓണർ ഇപ്രകാരം പറയുകയാണെന്ന് ചിന്തിച്ചേ. അതായത് ഈ ദൈവദാസനോട് പറയാം, അല്ലയോ ദൈവദാസന്, നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് കർത്താവിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുന്ന ആളാണെന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം ചെയ്യാനായിട്ട് പോകുക. ഈ വാച്ച് സൗജന്യമായിട്ട് അങ്ങേക്ക് ഞാൻ എനിക്കും സൗജന്യമായിട്ട് ഈ വാച്ചും 100 കോടി രൂപ. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, തുള്ളണമോ ചാടണമോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സന്തോഷം, എന്തോ ഒരു സന്തോഷം. കുറെ കഴിഞ്ഞപ്പോ ഈ മനുഷ്യന്റെ സന്തോഷമൊക്കെ അങ്ങ് മാറി. കുറെ കഴിഞ്ഞപ്പോ ഒരു യാചനാ രീതിയിൽ അങ്ങ് വരികയാണ്. എന്നിട്ട് ഈ ഓണറുടെ കാക്കീഴിലും ഈ ഇദ്ദേഹം വീണിട്ട് പറയുകയാണ്, സാറേ പ്ലീസ് ഈ വാച്ച് വെക്കുന്ന ആ ബോക്സ് കൂടി എനിക്കൊന്ന് തരണമേ, പ്ലീസ് ആ ബോക്സ് കൂടി തന്നാലേ ഞാൻ പോകത്തുള്ളൂ. ഈ മനുഷ്യൻ കിടന്ന് കെഞ്ചുകയാണ്. നിങ്ങൾ എന്താ ഈ മനുഷ്യനെ പറ്റി പറഞ്ഞു? പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് അല്ലേ? ഏറ്റവും വിലപിടിക്കുന്നത് ദൈവം നമുക്ക് തന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നു. അവനോട് കൂടെ സകലവും തരാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ തന്നു കഴിഞ്ഞുവെന്ന്. പക്ഷെ നമ്മൾ അറിയാതെ അല്ലേ ഇതേപോലെ കിടന്ന് അല്ലേ ഇവിടെ വാച്ച് തന്നവൻ ആ ബോക്സ് അതിന്റെ കൂടെ ഫ്രീയാ, അത് തരും അല്ലേ? നമുക്ക് ഈ രക്ഷയുടെ അനുഭവം തന്ന ദൈവം ഒരു വീട് തരുന്നില്ല, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ജോലി കൊടുക്കത്തില്ലേ, മാറ്റത്തില്ലേ, സൗഖ്യം തരത്തില്ലേ? അതിനുവേണ്ടിയല്ലേ പകരമായി തീർന്നത്? മക്കളെങ്കിലോ അവകാശമാകുന്നു. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ആ പുത്രത്വത്തിന്റെ അനുഭവത്തിൽ, ദൈവത്തെ ആരാധിക്കുന്ന ആ ബാധ്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മുടെ ആരാധനകൾ മാറട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ദൈവസ്നേഹം മാനവജാതികൾക്ക് നൽകിയ ഈ ദൈവത്തിന്റെ രക്ഷയുടെ സന്ദേശം ഏത് വിധേനയും എങ്ങനെയും എല്ലാവരുടെയും കരങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ലോകത്തിന്റെ 200-ലധികം രാജ്യങ്ങളിൽ ഇന്ന് ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഗിദെയോൻസ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഈ ബൈബിൾ പാസ്റ്റർ നേരത്തെ പറഞ്ഞു, എവിടെയെല്ലാം ഈ വചനം എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം രൂപാന്തരം നടന്നിട്ടുണ്ട്. ഈ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ ഒരു 50 വർഷം പിന്നിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. ഭാരതത്തിൽ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സതി സമ്പ്രദായം, ഭർത്താവ് മരിച്ചാൽ ജീവിച്ചിരിക്കുന്ന ഭാര്യ ആ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം. അവൾ വിസമ്മതിച്ചാൽ അവളെ ഫോഴ്സ് ചെയ്ത് അവളുടെ ഭർത്താവിന്റെ ശവശരീരം എരിഞ്ഞടങ്ങുന്ന ആ തീച്ചൂളയിൽ തള്ളിയിട്ട് അവൾ പിടഞ്ഞു മരിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരു സമൂഹമായിരുന്നില്ലേ ഭാരതത്തിൽ നിലനിന്നിരുന്നത്? നമ്മുടെ സഹോദരിമാർക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും അടിച്ചമർത്തപ്പെട്ട അനുഭവത്തിൽ, സ്വാതന്ത്ര്യം തൊട്ടു തീണ്ടാത്ത ഒരു അനുഭവത്തിൽ, ഇരുട്ടിൻ
അവരുടെ സുഖ സൗകര്യങ്ങൾ വിട്ടെറിഞ്ഞുകൊണ്ട് ആമേൻ ഭാരതത്തിലേക്ക് കടന്നു വന്നു. അവർക്ക് ഇവിടെ ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണമൊന്നും ലഭിച്ചില്ല. അന്ന് ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഭരിച്ചിരുന്നതെങ്കിലും ആമേൻ അവർ കച്ചവട താല്പര്യത്തോടു കൂടിയാ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് ആരെയും പിണക്കണ്ട എന്നുള്ള രീതിയിൽ ആമേൻ അത്ര സുവിശേഷത്തിനൊന്നും അവർ പ്രാധാന്യം കൊടുത്തില്ല. പക്ഷെ പല മിഷണർമാരും ഇവിടെ കടന്നു വരുന്ന സമയത്ത് അവർക്ക് സൗഹാർദ്ദമായിട്ടുള്ള ഒരു സ്വാഗതം ലഭിച്ചില്ല. അവര് ഭാരതത്തിൽ കപ്പൽ ഇറങ്ങാൻ പോലും അനുവദിക്കാതെ പല സ്ഥലത്തേക്കും അവർ അലഞ്ഞു നടക്കാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെയാണ് വില്യം കേറി ആമേൻ കൽക്കട്ടയിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇരുട്ടിന്റെ അനുഭവത്തിലായിരുന്നു ഭാരതത്തിലേക്ക് മിഷണർമാർ കടന്നു വന്നു. അവര് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ പറന്ന് ഇന്നത്തെ പോലെ വന്നതല്ല. മാസങ്ങളോളം കടലിലൂടെ യാത്ര ചെയ്ത് അവർ ചിന്തിച്ചിരുന്നത് ഒരുപക്ഷെ ഇതെന്റെ അന്ത്യയാത്രയായിരിക്കാം. ഈ തണുപ്പുള്ള സമുദ്രത്തിൽ ആമേൻ രോഗം വന്ന് ആമേൻ ഞാൻ ഈ യാത്രയിലായിരിക്കാം മരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ശവശരീരമെങ്കിലും എന്റെ ബന്ധുക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നുള്ള ഉദ്ദേശത്തോടു കൂടെ പലരും ശവപ്പെട്ടികളും കൊണ്ടാ ഭാരതത്തിലേക്ക് കടന്നു വന്നത്. അവൾ വന്നിട്ട് പ്രസംഗിച്ചു, ദൈവത്തിന് മുഖപക്ഷമില്ല, തന്നിൽ വിശ്വസിക്കുന്ന ആരെയും രക്ഷിപ്പാൻ അവിടുന്ന് ശക്തനെന്നുള്ള ഈ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. അവർ പള്ളികൾ സ്ഥാപിച്ചു, പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. ജാതിമത ഭേദമന്യേ വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും നൽകി. നമ്മുടെ സഹോദരിമാർക്ക് മാറിമറിക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി അവർ പോരാടി. ഈ വചനപ്രകാരം എന്റെ ഫലമായിട്ടല്ലേ ഇന്ന് സന്തോഷത്തോടുകൂടെ ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടെ ഈ വെള്ളിയാഴ്ച രാവിലെ ഈ അനുഗ്രഹിക്കപ്പെട്ട ആലയത്തിന്റെ ഉള്ളിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചത്. പ്രിയമുള്ള ദൈവമക്കളെ, ആമേൻ, ഇത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം ആമേൻ അത് വർണ്ണിക്കുവാനായിട്ട് കഴിയത്തില്ല. ഭക്തൻ പാടുകയാണ്, മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവ് മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. എത്ര മകൻ സ്നേഹമാണ് കർത്താവ് നമുക്ക് വേണ്ടി കാണിച്ചത്. ആ സ്നേഹം നിറഞ്ഞ ദൈവത്തിന്റെ ഭക്തന്മാര് ഭാരതത്തിൽ കടന്നു വന്ന് സുവിശേഷം അറിയിച്ചത് കൊണ്ടല്ലേ, ഈ വചനം പ്രസ്താവിച്ചത് കൊണ്ടല്ലേ നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക ദൈവം നമ്മെ ഏൽപ്പിച്ച കർത്തവ്യമാണ്. ഈ സ്നേഹം എങ്ങനെയും എല്ലാവരുടെ കരങ്ങളിൽ എത്തിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ലോകത്തിൽ ബൈബിൾ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരേ ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ഗിദെയോസ് മാത്രമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു നൽകണം. അവനോട് കൂടെ സകലം നമുക്ക് നൽകാതെ ഇരിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം.